കെ മുരളീധരൻ പൊതുവേദികളിൽ എത്തിയാൽ ഇപ്പോൾ കോൺഗ്രസിനെ മാത്രമാണ് വിമർശിക്കുന്നത്. തൻ്റെ ദുഃഖങ്ങൾ വെളിപ്പെടുത്തും. ഇപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്നത് താൻ വട്ടിയൂർക്കാവിൽ മത്സരിച്ചിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നു, ഇപ്പോൾ തെക്ക് വടക്ക് നടക്കുകയാണെന്നാണ് പറയുന്നത്. ഇതെന്താണ്? ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയില്ല? ഇത്രയും അനുഭവ പരിചയമുള്ള ഒരു നേതാവ് എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? അല്ല, അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം. അവസരം വരുമ്പോൾ തുറന്നു പറയാമെന്ന് തന്നെ കരുതി. അതിനുള്ള അവസരമായിട്ട് അദ്ദേഹം ഇപ്പോൾ കാണുകയും ചെയ്യുന്നുണ്ട്. അല്ല, വീണ്ടും വീണ്ടും ഒരു കുഴിയിൽ തന്നെ വീഴുകയാണല്ലോ. അദ്ദേഹം നേമത്ത് നിന്ന് പരാജയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിലേക്ക് മാറാൻ പറഞ്ഞപ്പോൾ വടകരയിൽ മത്സരിക്കുക, അല്ലെങ്കിൽ താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ? അല്ല, ചില സമയത്ത് പാർട്ടി തീരുമാനത്തെ അനുസരിക്കണമല്ലോ. അത് ചെയ്തു. ഇനിയിപ്പോൾ ഈ മുരളീധരനെ ഒതുക്കാനുള്ള ശ്രമം വളരെ ആസൂത്രിതമായിട്ട് നടക്കുന്നുണ്ട്. അതിന് മുരളീധരനെ അതിജീവിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ മുരളീധരൻ അറിയാം തോക്കുമെന്നറിയാം. മുരളീധരൻ ജയിച്ചു വരരുത്. ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഉറക്കം കെടുത്തുവെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. മുരളീധരൻ ജയിച്ചു വന്നു, UDF അധികാരത്തിലും വരികയാണെന്നുണ്ടെങ്കിൽ മന്ത്രിയാണ്, മുഖ്യമന്ത്രി ആകാൻ ഈ യോഗ്യതയുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്നതല്ലേ, KPCC അധ്യക്ഷ സ്ഥാനവും വഹിക്കാൻ യോഗ്യനാണ്. കരുണാകരൻ്റെ പുത്രനല്ലേ. കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വട്ടിയൂർക്കാവിൽ എത്ര മാനമായിട്ട് നിന്നതാണ്. വട്ടിയൂർക്കാവിൽ നല്ല MLA ആയിരുന്നേ. ജനങ്ങളുമായിട്ട് ഇത്രയും സൗഹാർദ്ദത്തോടു കൂടി നിന്ന ഒരു MLA വട്ടിയൂർക്കാവുകാർ കണ്ടിട്ടില്ല. അവിടെ ഏത് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാലും മുഴുവൻ റെസിഡൻസ് അസോസിയേഷനെ അവിടെ കൊണ്ടുവരും. പേരെടുത്ത് ചോദിക്കും, ഇന്ന റെസിഡൻസ് അസോസിയേഷൻ വന്നിട്ടില്ലേ എന്ന് ചോദിക്കാനുള്ള അടുപ്പം മുരളീധരൻ അവിടെ ഉണ്ടാക്കിയെടുത്തു. അവിടെ അന്ന് CPMന്റെ സ്ഥാനാർത്ഥി TNCനെയും പിറകോട്ടടിച്ചില്ലേ, മൂന്നാം സ്ഥാനത്താക്കി. അപ്പം ഇപ്പോൾ എന്താണ്, BJP അവിടെ വലിയൊരു മുന്നേറ്റം കാണിക്കുന്നുണ്ട്. പക്ഷേ VK പ്രശാന്താണ് അവിടെ CPMന്റെ ഇപ്പോഴത്തെ MLA. ഇനി അത് തുടരുമോ എന്നറിയത്തില്ല. പ്രശാന്തിനെ ചിലപ്പോൾ കഴക്കൂട്ടത്തേക്ക് മാറ്റും എന്ന് പറയുന്നുണ്ട്. BJPയിൽ നിന്ന് കൃഷ്ണകുമാർ, ശ്രീലേഖ അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ, ഈ 3 പേരും പറയുന്നുണ്ട്. ഏതാണെന്നുള്ള അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷെ മുരളീധരൻ അറിയാം അങ്ങോട്ട് പോയാൽ വലിയ പരാജയത്തിലേക്കായിരിക്കും പോവുക. അതുകൊണ്ട് മുരളീധരൻ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ 2 സേഫ് സോൺ ഇടങ്ങളിലേക്ക് പോകാനുള്ള നീക്കമാണ്. അതിനോടൊപ്പം വേറൊരു നീക്കവും കൂടെ നടത്തുന്നുണ്ട്. അത് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മുരളീധരൻ തന്നെ പറയുന്നുണ്ടല്ലോ, വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ച് വട്ടിയൂർക്കാവുമായിട്ട് വലിയ അടുപ്പത്തിൽ നിൽക്കുമ്പോഴാണ് നേരെ വടകരയ്ക്ക് പോകാൻ പറഞ്ഞത്. വടകരയിൽ പോയി 2019 പൊതുവെ ഒരു കോൺഗ്രസ് തരംഗമാണ് ഉണ്ടായത്. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലിൽ, പിന്നെ ശബരിമല യുവതീ പ്രവേശ വിഷയം, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, ഇതെല്ലാം കൂടെ വന്നപ്പോൾ കോൺഗ്രസിന് അനുകൂല ഘടകമായി. കണ്ണൂരിൻ്റെ അതികായനായ CPMൽ അതികായനായ P ജയരാജനെയാണ് മുരളീധരൻ അവിടെ വീഴ്ത്തിയത്. അങ്ങനെ വടകരയിൽ നന്നായിട്ട് മുരളീധരൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. വടകരയും കോഴിക്കോടും എന്നൊക്കെ പറയുന്നത് മുരളീധരന് നല്ല ബന്ധമുണ്ട്. അവിടെ 24-ലും മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ്, അല്ല അതിനിടയ്ക്ക് നേമത്തേക്ക് കൊണ്ടുവന്നു. 21-ല് നേമത്ത് കൊണ്ടുവന്ന് പിന്നെ മുരളീധരനാണ് BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായി. പിന്നെ അത് കഴിഞ്ഞ് 24-ൽ മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് അതവിടെ വെച്ച് നിർത്തിയിട്ട് നേരെ തൃശ്ശൂർക്ക് വരാൻ പറഞ്ഞത്. തൃശ്ശൂരിൽ മുരളീധരൻ സത്യാവസ്ഥ മനസ്സിലാക്കി. എല്ലാവരും കൂടെ 3-ാം സ്ഥാനത്തേക്ക് പോയി. തൃശ്ശൂര് പലപ്പോഴും കോൺഗ്രസിന് പരാജയം സംഭവിച്ചിട്ടുണ്ട്. കരുണാകരൻ വരെ ലീഡർ വരെ തോറ്റിട്ടുള്ള മണ്ഡലം കൂടിയാണ്. പക്ഷെ ഇത് പരാജയം സംഭവിച്ചു എന്ന് പറയുമ്പോഴും ഇതിനു മുൻപുള്ള MP കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് MP പരാജയപ്പെട്ട സ്ഥലത്താണ് അതെ അവിടെ BJP വിജയിക്കുന്നത്. 3-ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ്. അത് TN പ്രതാപന് അവിടെ മത്സരിക്കാനെല്ലാം ഒരുക്കം തുടങ്ങി, പോസ്റ്റർ അടിച്ചു, ചുവരെഴുത്തൊക്കെ ആരംഭിച്ചു. ഇവർ 2 പേരും അതെല്ലാം തുടങ്ങിക്കഴിഞ്ഞായിരുന്നു. അപ്പോഴാണ് ഈ നീക്കം വന്നത്. സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എത്ര വരെ പോയി? 75,000-ന് മുകളിലോട്ട് വരെ പോയില്ലേ. സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്ത ഒരു ചിത്രമെന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ്. അപ്പോൾ മുരളീധരൻ അതുകൊണ്ട് ഇനി എവിടെങ്കിലും സ്ഥാനമില്ലാതിരിക്കാൻ പറ്റത്തില്ല. ഹൈക്കമാൻഡിൽ ചിലരൊക്കെ മുരളീധരനെ ഒതുക്കാൻ തീവ്ര ശ്രമം നടത്തുന്നുണ്ട്. ഗുരുവായൂരിൽ മുരളീധരൻ നോട്ടമിട്ടിട്ടുണ്ട്. ഗുരുവായൂരിലെ
പിന്നെ നമ്മുടെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്നതാണ്. അവിടെ സുരേഷ് ഗോപി 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ MLA CPM-ലെ അക്ബറാണ്. ലീഗിന് കൊടുത്തിരിക്കുന്ന മണ്ഡലമാണിത്. ലീഗിൻ്റെ KNA ഖാദറിനെയാണ് അക്ബർ പരാജയപ്പെടുത്തിയത്. ഏതാണ്ട് ഒരു 15,000 വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടെ മുരളീധരൻ ലീഗ് ചിലപ്പോൾ കോൺഗ്രസിന് ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ സാധ്യതയുണ്ട്. മുരളീധരൻ മത്സരിക്കും. ലീഗിൻ്റെ വോട്ട് ഈ കോൺഗ്രസിൻ്റെ വോട്ടാണല്ലോ കോൺഗ്രസ്സുകാർ ഈ മറിച്ച് കളയുന്നത്, പാരവയ്ക്കുന്നത്. ലീഗ് അങ്ങനെ ചെയ്യത്തില്ല. ലീഗിൻ്റെ വോട്ട് കൃത്യമായിട്ട് മുരളീധരന് കിട്ടും. നല്ല പങ്ക് വോട്ട് അവിടെ ലീഗിനുണ്ട്. ഗുരുവായൂർ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ കൂടുതലും ഹൈന്ദവ പ്രദേശമല്ലേ എന്നൊക്കെ. ലീഗാണ് അവിടെ കൂടുതൽ സ്ഥാനമുള്ളത്. അതുകൊണ്ട് ലീഗിനാണ് UDF കൊടുത്തിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരവും നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടുതൽ കച്ചവടം ചെയ്യുന്നത് മുസ്ലിം വിഭാഗത്തിലുള്ളവരാണ്. അപ്പം ഒന്നുകിൽ അവിടെ ഗുരുവായൂർ, അതല്ലെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി വടകര പാർലമെൻറ്റിൽ വരുന്നതാണ്. അതിൽ മത്സരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അവിടെയും ലീഗിന് അല്പം ആധിപത്യം ഉള്ളടമാണ്. ഇത് രണ്ടും മുരളീധരൻ സേഫായിട്ട് കാണുന്നുണ്ട്. ഇതിലേതാണ് എന്നുള്ളത് അന്തിമ ഫലം വന്നിട്ടില്ല. ഇനി അതിനോടൊപ്പം തരൂരിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ഇങ്ങനെ തുലാസിൽ നിൽക്കുകയാണ്. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. തരൂരിനെതിരെ എതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ആരാണ്? മുരളീധരനാണ്. തിരുവനന്തപുരത്ത് കയറിയ കാല് തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ സംസാരിച്ചിട്ടുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. രാജ്മോഹൻ ഉണ്ണി എത്രയും പെട്ടെന്ന് പാർട്ടി വിടണമെന്ന നിർദ്ദേശമാണ്. അതെ രാജ്മോഹൻ ഉണ്ണിത്താൻ പണ്ട് BJP പോകാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയതല്ലേ. അതിനുള്ള ചർച്ചയൊക്കെ വരെ നടന്നതാണ്. പിന്നെ ഏതായാലും അന്നത്തെ ആ ഒരു ഒഴുക്കിൽ കാസർഗോഡ് പോയി നിന്നുകൊണ്ടങ്ങ് ജയിച്ചു എന്നുള്ളതാണ്. ആ ഒരു ഒഴുക്കിൽപ്പെട്ടതാണ്. അല്ലാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മഹത്വം കൊണ്ടൊന്നുമല്ല. അപ്പോൾ ഈ തരൂർ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തരൂരിനെ അതിശക്തമായി വിമർശിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തരൂര് MP സ്ഥാനം രാജിവെക്കുക, പാർട്ടി വിടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത ഉണ്ട്. അത് ഇങ്ങനെ അങ്ങോട്ട് നീണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ചിലപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ആയാലും മതി, വേണമെങ്കിൽ അതിനു മുമ്പും ആകാം. അത് തരൂരിനെ ആശ്രയിച്ചിരിക്കും. തരൂർ എപ്പോൾ MP സ്ഥാനം വിടുന്നോ അതിനനുസരിച്ച്. അങ്ങനെ വരികയാണെങ്കിൽ കോൺഗ്രസ്സിൽ ആരുണ്ട് തിരുവനന്തപുരത്ത് പിന്നെ ആ സീറ്റിൽ മത്സരിക്കാൻ? ശക്തനായ ഒരാളില്ല. മുരളീധരൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. മുരളീധരനെ ഇറക്കും. മുരളീധരൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ ഈ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നാണ് അറിയുന്നത്. അപ്പോൾ വിചാരിക്കും രാജീവ് ചന്ദ്രശേഖരൻ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് അവസാനം സഹോദരിയോടൊപ്പം BJP-യിലേക്ക് പോകും. അല്ല, ഒരു വഴിയും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല, 26 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പിന്നെ സ്ഥാനം ലഭിക്കാത്തവരുടെ ഒരു വലിയ നിര ഉണ്ടാകും. പിന്നെ ഇനി 2031 വരെയൊന്നും ആർക്കും കാത്തിരിക്കാൻ പറ്റത്തില്ല. പലർക്കും പ്രായം അതിരുകടക്കും. പിന്നെ ഇപ്പം UDF അധികാരത്തിൽ വരുമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലും കടന്ന് കൂടുമെന്നുള്ളതാണ്. പിന്നെ തിരുവനന്തപുരത്ത് വന്നു നിന്ന് മുരളീധരൻ ഇങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ, കാരണം മുരളീധരൻ ഒരു സേഫായിട്ടുള്ള ഒരു ഇടം വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ മുരളീധരനെ ചവിട്ടി താഴ്ത്തും ഇനിയും ഹൈക്കമാൻഡിൽ ചിലരൊക്കെ. അവരൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഹൈക്കമാൻഡിലുണ്ട്, ഇവിടെ ഉള്ളവരെ ചവിട്ടി താഴ്ത്തിയിട്ട്. അപ്പോൾ മുരളീധരൻ ഇനി തൻ്റേതായ ഇടം കണ്ടെത്തിയിട്ട് അടങ്ങുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.